അപ്പോൾ സുഹൃത്തുക്കളെ, ഹനോയിൽ വരുന്നവർക്ക് വിസിറ്റ് ചെയ്യേണ്ട ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത്. ഡോൺസ്യൂം മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇനിയിപ്പോൾ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ ശരിയാണോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും പേര് ഇതിപ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് ഈ മാർക്കറ്റിൻ്റെ പേര്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട മാർക്കറ്റാണ്. കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന മാർക്കറ്റാണ്. അത്ര പെരുതുണ്ട്. നമുക്ക് നടന്നു കഴിഞ്ഞാൽ കൊണ്ട് അതായത് നമുക്ക് ടൈം പാസ്സാണ്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനല്ലെങ്കിലും നമ്മളൊന്ന് ഒന്ന് നടന്ന് കാണേണ്ട ഒരു മാർക്കറ്റാണ്. നല്ല ടൈം പാസ്സാണ്, എൻ്റർടൈൻമെൻറ്റ്. എല്ലാ രാജ്യക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ വില പേശി മേടിക്കുകയും ചെയ്യാം. അങ്ങനെ നല്ലൊരു നേരം പോക്കാണ് കേട്ടോ. ഒരു 2-3 മണിക്കൂർ പോണതറിയില്ല. ഒരു മെഴുകുതിരി കേട്ടോ. നമ്മൾ ഈ ഏജൻസിയുടെ കൂടെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ അവർ ഇൻക്ലൂഡ് ആക്കുമോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പോകേണ്ട സ്ഥലം ട്രെയിൻ സ്ട്രീറ്റ്, അത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. പിന്നെ പോകേണ്ട സ്ഥലമാണ് സുഹൃത്തുക്കളെ ബിയർ സ്ട്രീറ്റ്. ഇനിയിപ്പോൾ അത് ഫാമിലി ആയിട്ട് പോയിട്ട് എന്നെ ഒന്നും പറയണ്ട, അതൊക്കെ നിങ്ങൾ റിസ്കിൽ പോവുക. ചെറിയൊരു പട്ടായ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പോയിട്ടില്ല, ഇങ്ങനെ വെറുതെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ പോയവർക്കറിയാത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ നടന്ന് ഒരു സ്ട്രീറ്റ് ഫുഡ്, നമ്മളെവിടെ പോയാലും കഴിക്കുന്നൊരു സാധനമാണ് സ്ട്രീറ്റ് ഫുഡ്. എവിടെ പോയാലും നമുക്ക് സ്ട്രീറ്റ് ഫുഡ് അവിടുത്തെ അതൊന്നും ട്രൈ ചെയ്യാണ്ട് ഞാൻ പോകാറില്ല. ഇന്നും ട്രൈ ചെയ്ത്, എന്തായാലും അടിപൊളിയായിരുന്നു സംഗതി. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിലും പേരിൽ എന്ത് കാര്യം ഇരിക്കുന്നില്ല.